ഞാൻ 100% സംതൃപ്തനാണ്. പ്ലാന്റേഷൻ മേഖലയ്ക്ക് വേണ്ടി 10 പൈസ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് മേടിച്ചു തരാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞില്ല. കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളൊന്നും തന്നെ അദ്ദേഹം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഏറ്റവും മികച്ച എംപിമാരിൽ ഒരാളാണ്. ഇലക്ഷൻ സമയത്ത് കണ്ടേക്കുന്നല്ലാതെ പിന്നീട് കണ്ടിട്ടില്ല. 10 6 മാർക്കൊക്കെ കൊടുക്കാൻ പറ്റും. 10 2 മാർക്കാണ് ഞാൻ വിലയിരുത്തുന്നത്. മൈനസ് മാർക്ക് നൽകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൊച്ചുകുട്ടിക്കും ഡീനെ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു എം പിയാണ്. 10 എത്ര? തുടർച്ചയായ 3-ാം തവണയും പഴയ എതിരാളികളുടെ മത്സരത്തിനാണ് ഇടുക്കി വേദിയാകുന്നത്. ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും ഇരുവരും ഓരോ തവണ വീതം ഇടുക്കിയിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. 3-ാം അംഗത്തിൽ ആരാവും വിജയിയാവുക? ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുടെ തനിയാവർത്തനമാണ് ഇത്തവണയും. UDF-ലെ ഡീൻ കുര്യാക്കോസും LDF-ലെ ജോയിസ് ജോർജും തമ്മിലാണ് പ്രധാന മത്സരം. NDA മുന്നണിയിൽ BJP-യും BDJS-ഉം സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നു. മണ്ഡല ചരിത്രം UDF-ന് അനുകൂലമാണ്. 1977-ൽ ഇടുക്കി മണ്ഡലം രൂപം കൊണ്ട ശേഷം 4 തവണ മാത്രമാണ് LDF-ന് വിജയിക്കാനായത്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സമരം ശക്തമായി നിന്ന 2014-ൽ UDF സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ LDF സ്ഥാനാർത്ഥിയായ ജോയിസ് ജോർജും തമ്മിലായിരുന്നു പ്രധാന മത്സരം. 500,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജോയിസ് ജോർജ് വിജയിച്ചു. 2019-ൽ ഡീൻ കുര്യാക്കോസ് ജോയിസിനെ പരാജയപ്പെടുത്തി മണ്ഡലം തിരിച്ചുപിടിച്ചത് 1.25 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ ഇത്തവണയും ഭൂപ്രശ്നങ്ങൾ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ഇതോടൊപ്പം ഡീൻ കുര്യാക്കോസിന്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുന്നു. ദേശീയപാതാ വികസനം, ESI ആശുപത്രി, ചെറുതോണി പാലം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഡീൻ കുര്യാക്കോസ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നാടിൻ്റെ പൊതുകാര്യങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി സർക്കാരുകളെ സമീപിക്കാനും കുറേയൊക്കെ പ്രശ്നപരിഹാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്താനും കുറേ വികസന പദ്ധതികൾ അനുവദിപ്പിക്കാനും തുടങ്ങി വയ്ക്കാനും പൂർത്തീകരിക്കാനും ഒക്കെ കഴിഞ്ഞ 5 വർഷക്കാലം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ദേശീയപാതാ വികസനം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിലാണ്. ഇപ്പം ഞാൻ MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് 2019-ലാണ്. ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ജില്ലയിലെ എല്ലാ ദേശീയപാതകളുടെയും വലിയ തോതിലുള്ള വികസനത്തിന് വേണ്ടി പദ്ധതി അനുവദിപ്പിക്കാനും അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും നമുക്ക് സൂചിപ്പിക്കാനുള്ളത് കൊച്ചി മൂന്നാർ ദേശീയപാത, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമാണ്. അതിന് 1250 കോടി രൂപയുടെ വികസന പദ്ധതി അനുവദിപ്പിക്കാനും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇടുക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് നേര്യമംഗലം പാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നേര്യമംഗലം പാലം നിർമ്മിക്കാൻ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താനൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെടും. അതോടൊപ്പം തന്നെ അടിമാലി കുമളി ദേശീയപാത, അത് ഇടുക്കിയുടെ ഒരു ഹൃദയരേഖ പോലെയുള്ള ദേശീയപാതയാണ്. ആ ദേശീയപാത 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടുമുള്ളത് 3 ബൈപ്പാസുകൾ അതുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അടിമാലി, ചെറുതോണി, കട്ടപ്പന ഈ 3 ബൈപ്പാസുകൾ ഉൾപ്പെടെ ജില്ലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചെറുതോണി പാലം അതിൻ്റെ നിർമ്മാണം 2020-ൽ ആരംഭിച്ച് 2023 ഒക്ടോബറിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജനസൗഹൃദമല്ലാത്ത ജനവാസ കേന്ദ്രങ്ങളെ ഏറ്റവും കൂടുതൽ സാരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് ഒളിച്ചുകളി വളരെ പ്രകടമാണ്. MP എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങളെല്ലാം ഓരോ സമയങ്ങളിലും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട് പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ ഈ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ വലിയ തോതിലുള്ള ഒരു ആത്മസംതൃപ്തിയുണ്ട്. ഇപ്പോൾ കട്ടപ്പനയിൽ ഒരു ESI ആശുപത്രി അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അക്കാര്യത്തിൽ ഞാൻ ഈ ആത്മസംതൃപ്തിയുടെ പല ഘടകങ്ങളിൽ ഒരു കാര്യമാണ്. കാരണം ഈ ജില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ തൊഴിലാളി മേഖലയാണ്. തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ സൗജന്യമായി നൽകുന്ന ഒരു ESI 100 ബെഡ് ആശുപത്രി കേരളത്തിലാകെ ഒരെണ്ണം അനുവദിച്ചത് അത് ഇടുക്കിയിലാണ്, കട്ടപ്പനയിലാണ്. അതല്ലാതെ എല്ലാ ജില്ലയ്ക്കും ഒരെണ്ണം കൊടുക്കുമ്പോൾ ഒരെണ്ണം കിട്ടിയെന്ന് പറയുന്നതിൽ വസ്തുതയില്ല. പക്ഷേ ഒരെണ്ണം അനുവദിക്കാൻ
വേണ്ടിയതായ ഒരു സമ്മർദ്ദം ചെലുത്തുവാനും അത് അനുവദിക്കപ്പെടാനും അത് അനുവദിപ്പിച്ച് ഇപ്പോൾ അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി മുൻപോട്ട് പോകുവാനും കഴിയുന്നു എന്നുള്ളത് ആവേശകരമായ ഒരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ നിരവധിയായ ഗ്രാമീണ റോഡുകൾ ഉടുമ്പന്നൂരിൽ നിന്നും മണിയാറൻകുടിയിലേക്കുള്ള വനത്തിൽ കൂടിയുള്ള ഒരു PMGSY റോഡ് എത്രയോ കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമ്മൾ MP ആയി ഇരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭരണാനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ, അതിന് ഫണ്ട് വകയിരുത്താൻ, ഇപ്പോൾ എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ഇനി ആകെ വനം വകുപ്പിൻ്റെ ഒരു അനുമതി മാത്രം മതി സാങ്കേതികമായി. 2014-2019 കാലഘട്ടത്തിൽ ജോയിസ് ജോർജ് നടത്തിയ വികസന പ്രവർത്തനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡീൻ കുര്യാക്കോസ് ജനപ്രതിനിധിയായിരുന്ന 5 വർഷം ഇടുക്കിയിൽ വികസന രംഗത്ത് വൻ തിരിച്ചടിയാണുണ്ടായതെന്ന് LDF ആരോപിക്കുന്നു. ചെറുതോണിപ്പാലത്തിന്റെ ആദ്യമുണ്ടായിരുന്ന രൂപരേഖ അട്ടിമറിച്ചു. ജോയിസ് MP ആയിരുന്നപ്പോൾ പ്രഖ്യാപിച്ച ദേശീയപാത വികസനം മാത്രമാണ് ഇപ്പോഴുമുള്ളതെന്നും LDF വ്യക്തമാക്കുന്നു. ഒരു MP എന്നുള്ള നിലയിൽ വാസ്തവത്തിൽ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിനും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയ്ക്കും കാര്യമായ ഒരു പ്രയോജനം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നുണ്ടായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അവരൊട്ടേറെ അവകാശവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവകാശവാദങ്ങൾക്കൊന്നും യാതൊരു വസ്തുതയില്ല. ജോയിസ് MP ആയിരുന്ന 5 വർഷം 65 റോഡുകൾ വന്നു. PMGSY റോഡുണ്ടല്ലോ, അത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടുമെന്നൊരു അറിവ് വാസ്തവത്തിൽ ഇടുക്കി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ജോയിസ് MP ആയതിനു ശേഷമാണ് ലഭിച്ചത്. മുമ്പ് ധാരാളം പേര് MP മാരായിരുന്നെങ്കിലും അവർ ഈ രൂപത്തിൽ കേന്ദ്ര ഫണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മുൻകൈ എടുക്കലോ ഒരു പണി നടത്തുകയോ ചെയ്തില്ല. ഏതാണ്ട് 194 കോടി രൂപയുടെ പാലങ്ങളും റോഡുകളെല്ലാമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കാലയളവിൽ നമുക്ക് കിട്ടിയത് 13 റോഡാണ്. 67 കോടി രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ വലിയ ബ്രിഡ്ജുകളൊന്നും ഈ കാലയളവിൽ വന്നിട്ടില്ല. ജോയിസിൻ്റെ കാലത്താണ് കല്ലാർ പാലം 5 കോടി, വണ്ടിപ്പെരിയാർ പാലം 7 കോടി, ചെറുതോണി പാലം 18 കോടി. MP-യുടെ ഇടപെടൽ കൊണ്ട് ദോഷമേ ഉണ്ടായിട്ടുള്ളൂ, ഗുണം ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ മൂന്നിയൻ ഭൂമിക്കടക്കം പട്ടയം കൊടുക്കാനും കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിച്ചല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതൃത്വവും ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ 2 അമിക്കസ് ക്യൂറികൾ വരാനിടവന്നതും അതിനെ എല്ലാ MP സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് പലതും നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കളക്ടർ, MP, പരിസ്ഥിതി പ്രവർത്തകർ, ഈ അമിക്കസ് ക്യൂറി ഇവരെല്ലാം കൂടെ ചേർന്ന് ആലോചിച്ച് നടപ്പാക്കുന്ന പല പദ്ധതികളും ഇപ്പം നമ്മുടെ റോഡ് വികസനത്തിന് തടസ്സം നിൽക്കുന്നത് വനം വകുപ്പാണ്. വനം വകുപ്പിന് തടസ്സം നിമിത്തം പല റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. സത്യത്തിൽ അതൊക്കെ വനം വകുപ്പിന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇടപെട്ടിട്ട് അദ്ദേഹത്തിന് നമ്മളെ MP എന്നുള്ള നിലയ്ക്ക് സഹായിക്കാൻ പറ്റും. അദ്ദേഹം മണ്ഡലമല്ലേ, സ്വന്തം മണ്ഡലമല്ലേ. അപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ കൈവശ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്ന കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ്റും വനം വകുപ്പും ഉണ്ടാക്കുന്ന തടസ്സങ്ങളുടെ കാര്യത്തിലും ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ കാര്യത്തിലും ഒക്കെ MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കുറേ സഹായം ചെയ്യാൻ പറ്റും. ഒരു സഹായവുമില്ല. വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ഭൂപ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണ്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലും പട്ടയ വിഷയത്തിലും സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസ് ആരോപിക്കുന്നു. ഒരു റിപ്പോർട്ടും കേരള ഗവൺമെൻറ് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്തൊരു ജനവഞ്ചനയാണ് ഇക്കാര്യത്തിൽ കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഫർ സോൺ വിഷയം എന്തൊരു കെണിയിലാണ് ഈ നാട്ടിലെ ജനങ്ങളെ ഈ ഗവൺമെൻറ് കൊണ്ടുപോയി പെടുത്തിയത്. അവസാനം സുപ്രീം കോടതി കനിഞ്ഞില്ലായിരുന്നെങ്കിൽ, സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കൊടുത്തപ്പോൾ സാധാരണ റിവ്യൂ പെറ്റീഷൻ കൊടുക്കുമ്പോൾ അത് അനുവദിക്കുന്നതല്ല കോടതി. പക്ഷേ ഈ കാര്യത്തിൽ സുപ്രീം കോടതി കനിഞ്ഞ് അനുഗ്രഹിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ എന്നിട്ടും മതികെട്ടാൻ ചോലയിൽ പുനഃപരിശോധന നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇവർ ചെയ്തത് എല്ലാ ദേശീയ ഉദ്യാനത്തിൻ്റെയും നാഷണൽ പാർക്കിൻ്റെയും അതിർത്തിയിൽ 1 കിലോമീറ്റർ ബഫർ സോണാക്കി ശുപാർശ ചെയ്തു ഈ സർക്കാർ, കേരള ഗവൺമെൻറ്. കേന്ദ്രം അത് അംഗീകരിച്ച് കരട് നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചു മിക്കവാറും എല്ലായിടത്തും. മതികെട്ടാൻ ചോലയിൽ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഇടങ്ങളിൽ ഉൾപ്പെടെ ഒരു പുനർചിന്തയാകാമെന്നുള്ളതാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്. പക്ഷേ അതിനനുസരിച്ച് കേരള ഗവൺമെൻറ് ഇതുവരെയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. മതികെട്ടാൻ ചോലയിലെ അന്തിമ വിജ്ഞാനം അതേപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തൊരു ജനവഞ്ചനയാണ് അക്കാര്യത്തിൽ ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിൽ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജനസൗഹൃദമല്ലാത്ത ജനവാസ കേന്ദ്രങ്ങളെ ഏറ്റവും കൂടുതൽ സാരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് ഒളിച്ചുകളി വളരെ പ്രകടമാണ്. MP എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങളെല്ലാം ഓരോ സമയങ്ങളിലും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട് പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ ഈ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ വലിയ തോതിലുള്ള ഒരു ആത്മസംതൃപ്തിയുണ്ട്. ഭൂവിനിയോഗ ചട്ടം ഭേദഗതി ചെയ്തതോടെ
ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായി കഴിഞ്ഞുവെന്നാണ് ഇടതുമുന്നണിയുടെ അവകാശവാദം. ഇടുക്കി ജില്ലയിലെ അവശേഷിക്കുന്ന മുഴുവൻ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കാനും കൈവശഭൂമിയുടെ പട്ടയ പ്രശ്നം പരിഹരിക്കാനും നിലവിലുള്ള നിയമക്കുരുക്കുകളെ എടുത്തു മാറ്റാനും എല്ലാം ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി, ഇതിൻ്റെ ആക്ടും റൂൾസും വരുന്നതോടുകൂടി കഴിയും. ഇടുക്കി ജില്ലയിലുള്ള ആരും കയ്യേറ്റക്കാരല്ല, അവർ കുടിയേറ്റക്കാരാണെന്നാണ് ഗവൺമെൻറ് കണക്കാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ക്ലിയറായിട്ട് പറഞ്ഞു. കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ NDAയ്ക്ക് കഴിഞ്ഞില്ല. BDJS സ്ഥാനാർത്ഥിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ BJP പ്രവർത്തകർക്ക് കഴിയാതിരുന്നതാണ് തിരിച്ചടിയായത്. ഇത്തവണ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് NDA നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന ഭൂപ്രശ്നങ്ങളാണ് ഏറ്റവും ആദ്യമായി പറയേണ്ടത്. അതോടൊപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള പോരായ്മകൾ ഇടുക്കി ജില്ലയിലുണ്ട്, അതൊരു വലിയ വിഷയമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ടൂറിസം സാധ്യതകളുള്ള ജില്ല എന്ന നിലയ്ക്ക് ആ ടൂറിസം മേഖലയിൽ കൈവരിക്കേണ്ടുന്ന രീതിയിലുള്ള വികസനങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, ഇപ്പോൾ ഭാരത് മാല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ദേശീയപാതയുണ്ട്. അതോടൊപ്പം പ്രളയത്തിന് ശേഷം നമ്മുടെ ചെറുതോണി പാലം വളരെ വേഗതയിൽ പണി തീർത്തുകൊണ്ട് നാടിന് സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ റോഡുകളും പാലങ്ങളും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ജനക്ഷേമ പദ്ധതികൾ, നിരവധി ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കിസാൻ സമ്മാൻ നിധി, ഒരു കർഷകന് 6000 രൂപ, 2000 രൂപ വെച്ച് 3 തവണയായി 6000 രൂപ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി. ആ കിസാൻ സമ്മാൻ നിധിയിൽ 71,624 പേര് ഇടുക്കി ജില്ലയിൽ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ അത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ എഫേർട്ട് ഒന്നും എടുത്തിട്ടില്ല. ഡീൻ കുര്യാക്കോസിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ നിലപാടും ധാരണയുമുണ്ട് വോട്ടർമാർക്ക്. അതിനവർ മാർക്കും നൽകുന്നു. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നതെങ്കിലും അദ്ദേഹം ആ മന്ത്രിമാരെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പോയി കണ്ട് തൻ്റെ മണ്ഡലത്തിന് വേണ്ടി എന്താണോ ആവശ്യമുള്ളത് അത് ചോദിച്ചു മേടിക്കുന്ന ഒരു ജനകീയനായ വ്യക്തിയാണ് ശ്രീ ഡീൻ കുര്യാക്കോസ്. ഞാൻ 10ൽ 10 മാർക്കും ഡീൻ കുര്യാക്കോസിന് കൊടുക്കും. 5 കൊടുക്കാവുന്നതില്ല. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു MP ഇവിടെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ഒരു MP ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ല. ഇവിടെ ജയിക്കാൻ നേരത്തെ അല്ല മത്സരിക്കാൻ സമയത്ത് അതേപോലെ പോസ്റ്റ് വെച്ച് കാണുന്നതല്ലാതെ വേറൊരു കാര്യമില്ല. അങ്ങനെ ഒരു MP എന്ന നിലയിൽ അങ്ങേർക്ക് വലിയ മാർക്ക് കൊടുക്കാനൊന്നും ഇല്ല. എന്ത് മാർക്ക് കൊടുക്കാനോ? ഈ ഹൈറേഞ്ച് മേഖലയിൽ MP കാണാനില്ല. വികസന പ്രവർത്തനം ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇതിനൊക്കെ മുമ്പ് ഉണ്ടായത് ഇഷ്ടംപോലെ കേന്ദ്ര ഗവൺമെൻറ് ഇഷ്ടംപോലെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ഉണ്ടാക്കുവാൻ ഡീൻ കുര്യാക്കോസിന് കഴിയുന്നില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വളരെ മോശം, 2 മാർക്ക്. ഒരു സാധാരണ കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ പൗരൻ, ഈ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ആൾ അദ്ദേഹത്തെ ഡൽഹിയിൽ വിളിച്ച് പറഞ്ഞാലും അത് കേൾക്കും. അദ്ദേഹത്തെ ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പോലും കാര്യങ്ങൾ വളരെ ഭംഗിയായും കൃത്യമായും നടക്കുന്നുണ്ട്. 10ൽ മാർക്ക് 9 മാർക്ക് കൊടുക്കും. ഒരു 4 മാർക്ക് കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വന്നേക്കാളിൽ MP വളരെ ഒരു ശരാശരി മാർക്കേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിചാരം. 8 മാർക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ദിവസവും പാർലമെൻറ്റിലെ മുഴുവൻ സമ്മേളനങ്ങളിലും പങ്കെടുക്കുകയും ഇടുക്കിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ശബ്ദമുയർത്തുകയും ചെയ്ത ഒരു MP ആണ് ഡീൻ കുര്യാക്കോസ് എന്ന് പറയാതെ വയ്യ. എല്ലാ മേഖലയിലും ഓടി നടന്ന് നല്ല പ്രവർത്തനങ്ങൾ പുള്ളി കാഴ്ചവെച്ചിട്ടുണ്ട്. വികസന കാര്യങ്ങളിലും പുള്ളി എല്ലാ മേഖലയിലും ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. 10 മാർക്കിൽ 8 മാർക്ക് കൊടുക്കാവുന്ന പ്രവർത്തനമാണ് ഡീൻ കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് കാര്യങ്ങളും തുറന്നു പറയാനും, നമുക്ക് ഏത് അവസരത്തിലും നമ്മളൊരു ഫോൺ വിളിച്ചാൽ പോലും, ഏത് തിരക്കിലാണെങ്കിൽ പോലും നമ്മളോട് ഒരു സമയം കണ്ടെത്തി സംസാരിക്കാനും സമയം തരുന്ന ഒരു വ്യക്തിയാണ്. 8 അല്ല 10 കൊടുക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി തുറന്നു പറയാനും പറ്റിയ നല്ലൊരു MP ആണ്. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. 10ൽ 9 മാർക്ക് തന്നെ കൊടുക്കാം. ഒരു യുവാവായതുകൊണ്ട് തന്നെ ജില്ലയിൽ മുഴുവൻ ഓടി നടക്കാൻ കഴിഞ്ഞു. അദ്ദേഹം തന്നെ തുടരണമെന്നാണ് മുമ്പോട്ടുള്ള ആഗ്രഹം. ഞാൻ എന്നെക്കുറിച്ച് മാർക്ക് ഇടേണ്ടത് മറ്റുള്ളവരാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതിനിയും തുടർന്ന് തന്നെ പോവും. തികഞ്ഞ ആത്മസംതൃപ്തിയോടുകൂടി തന്നെ 5 വർഷ കാലാവധി പൂർത്തീകരിക്കുന്നു. മത്സരിക്കാൻ അവസരം ലഭിച്ചാൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളോട് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ജനപക്ഷ നിലപാടുകളുമായി മുൻപോട്ട് പോകും. ഭൂരിപക്ഷമുയർത്തി ഇടുക്കി എന്ന കോട്ട നിലനിർത്താൻ UDFും കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFും വോട്ട് വിഹിതമുയർത്തി കരുത്തുകാട്ടാൻ NDAയും പോരാട്ടം ശക്തമാക്കി കഴിഞ്ഞു. വികസനം ചർച്ച ചെയ്യുമ്പോൾ
അത് ഗുണകരമാകുക ആർക്കാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകം. മൂന്നാം തവണയും ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും തമ്മിലാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്തേക്ക് എത്തുന്നത്. ഇരുവരും ഓരോ തവണ വീതം വിജയിച്ചു. ഹാട്രിക് പോരാട്ടത്തിൽ ആരാവും വിജയിക്കുക? 1-2 എന്ന വിജയം ആർക്കാകും കൈപ്പിടിയിലാവുക? കാത്തിരിക്കാം. 10-ലെത്ര